അവിടെ തുണി അലക്കിക്കൊണ്ടിരുന്നു. അവള് വേറെ അറിഞ്ഞിട്ടില്ല ഈ സംഭവം ഒന്നും. ഞാനത് അവിടെ കാപ്പി പറിച്ചു കൊടുക്കുന്നത് നമ്മളറിഞ്ഞില്ല, ഒരു സൗണ്ട് അറിഞ്ഞില്ല, കരയാൻ പോലെയുള്ള അവസരം കിട്ടിയില്ല. അല്ല, ഇവിടുന്ന് പുറകുന്ന് മാന്തിട്ടിങ് വീണപ്പോൾ പിന്നെ എന്ത് ചെയ്തെന്നറിയോ, പിന്നത്തെ പിടുത്തം മോൻ്റെ ഇടയ്ക്ക് അങ്ങ് പിടിച്ച്. അപ്പം പിന്നെ മിണ്ടാൻ കഴിയില്ലല്ലോ. നമസ്കാരം. ഞാനിന്ന് സംസാരിക്കുന്നത് തിങ്കളാഴ്ച 27-ാം തീയതിയാണ്. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് വെളുപ്പിന് നമ്മൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് എന്താ പറയുക, കണ്ണിലെണ്ണ ഒഴിച്ച് എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാവരും, മലയാളികളെല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിച്ചേർന്നു. നമുക്കറിയാം, 4 ദിവസം മുന്നേ രാധ എന്ന് പറയുന്ന ആ ചേച്ചീനെ അതിക്രൂരവും അതിപൈശാചികവുമായിട്ട് കൊന്ന് ഭക്ഷിച്ച ഒരു നരഭോജി കടുവയെ തെരഞ്ഞായിരുന്നു കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഈ നമ്മുടെ വയനാട്ടിലെ മുഴുവൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ ഇവിടെ, അതുപോലെ തന്നെ എല്ലാവരും മീഡിയാസൊക്കെ ഇത് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും വളരെ എന്താ പറയുക, വളരെ കഷ്ടപ്പെട്ട് ഇത്രയും ദിവസം തിരയുകയും ആ ഒരു കടുവേനെ കൂട്ടിലാക്കുകയോ മയക്കുവെടി വെക്കുകയോ അല്ലെങ്കിൽ ഒടുവിൽ ഇന്നലെ മിനിസ്റ്റർ അതിനെ കൊല്ലാനായിട്ട് ഉത്തരവിടുന്നത് വരെ അങ്ങനെ പല പല സംഭവവികാസങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കണ്ടു. ഏതായാലും ഇന്ന് വെളുപ്പിന് ഈ കടുവ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷം അങ്ങനെ വന്നു. അങ്ങനെ നമ്മുടെ രാധചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആ കടുവ ഇപ്പോൾ ചത്തുപോയിരിക്കുകയാണ്. നമ്മളിനി കാണാൻ പോകുന്നത് ആ കടുവയുടെ ബോഡി കണ്ടു കിട്ടിയ ആ ഒരു പ്രദേശമാണ്. അതെന്ന് പറയുന്നത് വിലാക്കാവ് എന്ന് പറയുന്ന ആ പ്രദേശത്തു നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഇത്രയും ദിവസം തെരച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ പ്രദേശത്തു നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു പ്രദേശമാണ്. ഏതായാലും നമുക്ക് ആ ഒരു സ്ഥലം കണ്ടിട്ട് വരാം. ഈ വഴിക്ക് ഇവിടെ താഴെ ഒരു വീടിൻ്റെ പുറകിലായിട്ടാണ് കടുവയുടെ ബോഡി കിട്ടിയത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറകിനാണ്, ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള ഏരിയയിലാണ്. എന്താ ആട്? ഇവിടെ ആണേ. ഇത് നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞ സംഭവം? ഞങ്ങൾ രാവിലെ ഫോറസ്റ്റുകാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാധനം ശരിക്കും പറഞ്ഞാൽ അവർ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുവരെ നിങ്ങൾ അറിഞ്ഞില്ല? അവർ പറഞ്ഞില്ല, ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അവര് നേരത്തെ അറിഞ്ഞ എങ്ങനെയൊന്നും അതൊന്നും നമുക്കറിയില്ല. അവരടുത്ത് പറഞ്ഞവര് പിന്നെ രാവിലെ തിരയാൻ വേണ്ടി പോകുന്ന ആ ഒരു കണ്ടീഷനിൽ ഓരോ ടീമായിട്ട് തിരയല്ലോ, അങ്ങനെ പോകുന്നൊക്കെ വിചാരിച്ചാൽ വീടിന്റെ തൊട്ട് പറയില്ലേ? അതെ. പക്ഷെ ഇന്നലെ രാത്രി പക്ഷെ എന്തായാലും നമ്മൾ ഇന്നലെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട്? കണ്ടു എവിടെ? വീടിന്റെ അല്ല, ആദ്യം ചേച്ചീനെ ആക്രമിച്ച സ്ഥലത്ത് അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിന്റെ അടുത്തുണ്ട് അല്ലേ ഇങ്ങോട്ട് റോഡ് മാർഗം. റോഡ് മാർഗം. ഇതിപ്പോ എന്തായാലും കാട്ടിക്കൂടെ കയറി വന്നായിരിക്കും അല്ലേ? ഇതിപ്പോ കാട്ടിക്കൂടെ തന്നെ ആയിരിക്കണം. അല്ലാതെ എന്തായാലും നിങ്ങൾ അവര് പുറത്തിറക്കുമ്പോഴേ കണ്ടോ? പുറത്തിറക്കി, ഇവിടുന്ന് പുറത്തിറക്കി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അതുവരെ കണ്ടിട്ടില്ല. അതുവരെ ഞങ്ങൾ അറിയില്ല. അതുവരെ രാവിലെ 6 മണി മുതൽ അവരിവിടെ ഉണ്ട്. പക്ഷെ എന്താ ഇവിടെ വീടിന്റെ മുറ്റത്തുണ്ടായിരുന്നു. അപ്പൊ അവര് തെരച്ചിലിന് പോകുക എന്നുള്ളൊരു കണ്ടീഷനിലാണ് അവർ പറഞ്ഞത്. എന്താ ഈ ഒരു ഭാഗത്ത് സാധനം ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളൊരു കണ്ടീഷൻ ആയിരിക്കണം.
അങ്ങനെ കരുതില്ല, അറിയില്ല. പിന്നെ ഓൾറെഡി ആർക്കും മനസ്സിലായിട്ടുണ്ടാവണം, അല്ലാണ്ട് കറക്റ്റ് ഇവിടെ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ഇതൊട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലം, നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അതിന്റെ അപ്പുറത്ത് ആ കാട തുടങ്ങുന്നതിന്റെ അപ്പുറത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇത്രയും ഇങ്ങോട്ട് വന്നത് ഞാൻ കാരണം കഴിഞ്ഞ 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് അറിയാം, നമ്മളെ ഇവിടെ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഇപ്പൊ പിലാക്കാവ് ടൗണിന്റെ അടുത്തെത്തിയില്ലേ? അടുത്തെത്തി. ഇവിടെ നിന്ന് ഇപ്പൊ ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞാൽ പിലാക്കാവ് ടൗണിലെത്തി. നമ്മൾ അങ്ങനെ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. തമാശക്കൂടെ ആണെങ്കിൽ നമ്മൾ പറയും ഇതിപ്പോ എല്ലാം കൂടെ ഞങ്ങൾ അങ്ങോട്ട് എത്തുമെന്ന് നമ്മളിങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞെങ്കിലും ഇവിടെ വരെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നു. ഇത്ര അടുത്ത് തോന്നില്ലേ? ഇതിന്റെ മേത്ത് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പരിക്ക് അങ്ങനെ അധികമായിട്ടൊന്നും കണ്ടിട്ടില്ല. കഴുത്തിൽ ഇവിടെ ഒരു മുറിവ് മാത്രം, അത് മാത്രമേ കണ്ടുള്ളൂ. കാരണം നമ്മൾ അത്ര പെട്ടെന്നല്ല, ഈ വലേന്റെ ഉള്ളിലായതിനെ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് കൊണ്ടുപോയി. പെട്ടെന്ന് ഇവിടുന്ന് വണ്ടിയിൽ കയറ്റി അപ്പൊ തന്നെ അവര് നേരെ പോയി. പിന്നെ മേലെ എത്തിയപ്പോഴത്തേക്കും പിന്നെ മീഡിയ എല്ലാവരും എത്തി, ആൾക്കാരെത്തി. പിന്നെ അവര് നേരെ ഇവിടെ കൊണ്ടുപോയി. ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടോ കൊണ്ടുപോയത്? ബേസ് ക്യാമ്പിൽ കൊണ്ടുപോയി. അവിടെ ആളുകളെല്ലാം എല്ലാരും കാണിച്ച് എന്നിട്ടാണ് അവര്. നിങ്ങളും കൂടെ പോയാ? ഇല്ല, നമ്മള് പിന്നെ ഇവിടത്തെ എല്ലാം കഴിഞ്ഞില്ല, പിന്നെ അവിടെ പോകേണ്ട കാര്യമില്ല. ഇവര് ഫോറസ്റ്റുകാരെ എപ്പോ തൊട്ടോ ഉണ്ടായിരുന്നു ഇവിടെ? അറിയില്ല, ഞാൻ രാവിലെ 6 മണിക്ക് അവരെ കാണുന്നത്. അമ്മ വിളിച്ച് എണീപ്പിച്ചിട്ട് ഇങ്ങനെ ഇത്ര ആൾക്കാർ വന്നെന്ന് പറഞ്ഞു, ഫോറസ്റ്റുകാർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ രാവിലെ നമ്മളിവർ കാണുന്നത്. കാരണം ഇന്നലെ കിടന്നപ്പോ തന്നെ ഏകദേശം 2 മണിയുടെ അല്ല, അവർ പറഞ്ഞെന്താ വെച്ചാൽ അവശ നിലയിലായിരുന്നു ഇവിടെ എത്തിയത്. ഏകദേശം അവര് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് പറയുന്നത്. ഇന്നലെ അവര് കൃത്യമായിട്ട് ഇവിടെ എത്തില്ലല്ലോ. ഇന്നലെ എനിക്കന്നല്ല മറ്റേ ആളുടെ നേരെ ചാടിയത്. ഇന്നലെ ഞായറാഴ്ച രാവിലെ ഇന്നലെ രാവിലെ അയാളുടെ നേരെ ചാടിയത്. അത് ഇതിന്റെ അക്കരെ, ഈ അക്കരെ സൈഡിൽ നിന്ന്, അതായത് ഈ കുന്നിന്റെ അപ്പുറ സൈഡിലല്ലേ? വലിയ കടുവ തന്നെയാണല്ലേ? അത്യാവശ്യം നമുക്കങ്ങനെ കൂടുതലായിട്ട് അതിനെ കാണാൻ പറ്റില്ല. ഇവിടുന്ന് വണ്ടിയിൽ കയറ്റി ഇടുമ്പോ നമുക്കത് തിരിയൂല. കൂടുതൽ മനസ്സിലാണ് നമുക്ക് അവിടെ ബേസ് ക്യാമ്പിൽ കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് അവര് നെറ്റെല്ലാം മാറ്റി അവര് തുറന്നിടുമ്പോ അങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇവിടുന്ന് നമുക്ക് വണ്ടിയിൽ കയറ്റി അവർ ഇവിടുന്ന് എടുത്ത് കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റി പെട്ടെന്ന് തന്നെ അവര് പോയി. പിന്നെ അവിടെ മേലെ എത്തിക്കഴിഞ്ഞപ്പോ അവിടെ നിന്ന് അവര് കാണിച്ചു. അപ്പോൾ ഈ വണ്ടീന്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന, അതാണ് ആദ്യം കണ്ട ഒരു വീഡിയോ, വണ്ടിക്കകത്തുള്ള വീഡിയോ. വണ്ടിക്കകത്തുള്ള നിങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചോന്നൊക്കെ പറയുന്ന ആ ഒരു വീഡിയോ. അത് ഞാനെടുത്ത വീഡിയോ. അത് ഇവിടുന്ന് അവര് വണ്ടിയിൽ കയറ്റി കഴിഞ്ഞ സമയത്ത് എടുത്താലേ വീഡിയോ. നിങ്ങൾ ബാക്കിയുള്ളവരെ അറിയിച്ചോന്ന് പറഞ്ഞത്. ഓക്കെ, ശരിയെന്ന്. ഈ ഒരു വീടിന്റെ നമ്മളിപ്പോൾ കണ്ടു, നമ്മളിപ്പോൾ വന്ന വഴിയൊക്കെ കണ്ടു. ഈ വീടിന്റെ തൊട്ട് പുറകിൽ ഫോറസ്റ്റ് ഉണ്ട്. പക്ഷെ ആ ഫോറസ്റ്റിൽ തന്നെ കേട്ടോ, കറക്റ്റ് ഫോറസ്റ്റിന്റെ ജെണ്ടയിൽ കാണുന്നത്. ഇതിന്റെ തൊട്ട് അപ്പുറത്ത് ഈ കാണുന്ന സ്ഥലത്താണ് വന്ന് കിടന്നത്. ഏതായാലും ആ ഒരു ഭീകര കടുവ ഇപ്പോൾ ചത്തുപോയിരിക്കുകയാണ്. നാട്ടുകാർക്ക് വലിയ ആശ്വാസം തന്നെ കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇവിടെയാണ് ഇന്ന് രാവിലെ ആ ഒരു കടുവ കിടന്നത്. ഏതായാലും കറക്റ്റ് വീടുകളൊക്കെ ഉള്ള ആ പ്രദേശത്ത് നിന്ന് തൊട്ട് പുറകിലായിട്ട് ഫോറസ്റ്റിൻ്റെ അതിരോട് ചേർന്നിട്ടുള്ള പ്രദേശത്താണ് കടുവയുടെ ആ ബോഡി നമ്മൾ കണ്ടു കിട്ടിയത്. ഏതായാലും ഒരു വല്ലാത്ത ഒരു സംഭവം തന്നെയായിരുന്നു. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ പ്രദേശം, അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചിലവഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രദേശമുണ്ടല്ലോ, പഞ്ചാരക്കൊല്ലി ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മൾ പഞ്ചാരക്കൊല്ലിയിലെ ആളുകളെ ഇന്ന് പോയി കാണുകയാണ്. കാരണം കുറച്ച് ദിവസമായിട്ട് ഇന്നലെ രാത്രി, ഇന്നത്തെ ദിവസം മുതൽ ഇന്ന് രാവിലെ 6 മണി മുതൽ 48 മണിക്കൂറത്തേക്ക് കർഫ്യൂ ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും രാവിലെ 6 മണിക്ക് മുന്നേ തന്നെ കടുവയുടെ ബോഡി കിട്ടി. അതുകൊണ്ട് കർഫ്യൂ ഒന്നും വേണ്ടി വന്നില്ല, കർഫ്യൂ ഒക്കെ പിൻവലിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ആ ഒരു പഞ്ചാരക്കൊല്ലിയിലുള്ളത്. നമുക്ക് ഇവിടുത്തെ ആളുകളോട് നേരിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. കാരണം അവരാണ് ശരിക്കും ഇതിൻ്റെ ഏറ്റവും ഒരു തിക്താനുഭവങ്ങളൊക്കെ അനുഭവിച്ച ആളുകൾ. ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ കണ്ട ആ ഒരു പ്രദേശം തന്നെ കേട്ടോ. നമ്മൾ തൊട്ട് താഴെ ഈ ഒരു ബംഗ്ലാവിലാണ് അന്ന് മിനിസ്റ്ററൊക്കെ നമുക്ക് പത്രസമ്മേളനമൊക്കെ നടത്തിയ ആ ഒരു പ്രദേശം, മീഡിയാസിനോട് സംസാരിച്ച ആ ഒരു പ്രദേശം. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ബേസ് ക്യാമ്പ് കേട്ടോ. ഇവിടെയായിരുന്നു ബേസ് ക്യാമ്പ്. നമ്മൾ അന്ന് കാണാൻ പറ്റാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു, അതായത് രാധചേച്ചിനെ കടുവ പിടിച്ച ആ ഒരു പ്രദേശം. നമുക്ക് അവിടുന്ന് അങ്ങോട്ട് താഴേക്കൊന്നും ഇറങ്ങാനായിട്ടൊന്നും പറ്റിയില്ല. ആ ഒരു പ്രദേശം കാണാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിലൊന്ന് നോക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ എത്തിയപ്പോൾ നമ്മളിവിടെ തൊട്ട് സൈഡിൽ തന്നെ 2-3 ആടുകളെ കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ആടുകളെയൊക്കെയാണ് നമ്മുടെ കടുവേനെ പിടിക്കാനായിട്ട്. അതുപോലെ തന്നെ ആട് മാത്രമല്ല, ഇപ്പുറത്ത് ഒരു പശുക്കിടാവും ഉണ്ട്. അല്ല, പശുവല്ല, മോരിക്കുട്ടനാണ്. ഇതിനെ 3 ഉപയോഗിച്ചാണ് ഇവർ ഈ കൂട്ടിൽ വെച്ചിട്ടാണ് കടുവേനെ കയറ്റാനായിട്ടൊക്കെ നോക്കിയത്. പക്ഷെ നടന്നില്ല. അതിനും കടുവ ഇന്നിപ്പോൾ ചത്തിരിക്കുകയാണ്. ഈ മോരിക്കുട്ടനെ ഉപയോഗിച്ചായിരുന്നു അല്ലേ പിടിക്കാനായിട്ട്? കൂട്ടിലിടാൻ വേണ്ടി. കൂട്ടിലിട്ടായിരുന്നോ? ഇല്ല, ഇതിന് കൂട്ടിലിട്ടില്ല. ആവശ്യം വന്നാൽ ഇടാനല്ലേ? ബാക്കപ്പ് നിർത്തി കേട്ടോ. അതിൽ അവന് ഭാഗ്യമുണ്ട്, ബലിയാടാണ്ടി വന്നില്ല. അതിനൊന്ന് കഴിച്ചു വെക്കാൻ പറഞ്ഞു. അവരെ രാവിലെ കെട്ടിട്ട് വെള്ളവും കൊടുത്തില്ല, ആളുമില്ല. അവരെ രാവിലെ ഇവിടെ കെട്ടിട്ട് ഒരു തുള്ളി വെള്ളവും കൊടുത്തില്ല, ആളുമില്ല. ഓ, അതിന് വെള്ളമൊന്നും കൊടുത്തിട്ടില്ല? എവിടെ ഞാൻ കൊണ്ടുവന്ന്. നിങ്ങൾ തന്നെ കൊടുക്കായിരുന്നു? പിന്നെ അല്ലാണ്ട്. ഓ, ഇത് ശരിക്കും നിങ്ങളെ മേടിച്ചാണോ? ഇല്ലല്ലേ? കടുവ പിടിച്ചാൽ മാത്രം പൈസ കിട്ടുമല്ലോ അല്ലേ? ഫോർസ്റ്റാർ കൊണ്ട് പുലിനെ കൂട്ടിലിടാൻ വേണ്ടി. പേടിച്ച് ദൂരെയാണോ? ഈ വീട്ടിലെ പറമ്പിൽ പണി ചെയ്യാനായിട്ടാണ് രാധചേച്ചി വന്നത്. അപ്പോൾ അന്നാണ് ഈ ഒരു സംഭവമൊക്കെ തുടങ്ങുന്നത് കേട്ടോ. നമുക്ക് ആ ഒരു സ്ഥലമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. മനുഷ്യന്മാർക്ക് അറിയാം, ജീവികൾക്കും തരുവാണ്. അല്ലേ? കുറച്ചപ്പുറം പോകണം. നമ്മളിപ്പോൾ പോയി കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ വരെ വന്നിരുന്നു. അന്ന് നമ്മളെ താഴേക്ക് ഇറക്കി വിട്ടിരുന്നില്ല. ഇതേത് ചാനലാ? ഒരു ഓൺലൈൻ ചാനലാട്ടോ, ഈ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. മൊത്തം കാപ്പിത്തോട്ടമാണ്. ഇവിടെ ഈ തോട്ടത്തിൽ പറിക്കാനാണ് വന്നേ? ഈ തോട്ടത്തിൽ പറിക്കുന്നു. ഇവിടെ വന്നേ? ഇത് നമ്മളെ തോട്ടമാണ്. ആണല്ലേ? ഇതിൽ ശരിക്കും ഏത് ഭാഗത്ത് പറിക്കാനായിട്ടാ? ഈ ഭാഗത്ത് പറിക്കാൻ വേണ്ടി വന്നു. ഇങ്ങോട്ട് പറിക്കാനാണ് വന്നേ? ഇവിടെ ഞാനെന്നിട്ട് ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആണല്ലേ? അവരെ വരാൻ പറഞ്ഞ് വന്നില്ല. 10 മണിയായിട്ടും എത്തിയില്ല. ഇവിടെയാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മളന്ന് ഇവിടം വരെ വന്നുള്ളൂ. അന്നേരം ടെൻഡർ വോൾട്ട് വരുന്നു. ആണല്ലേ? ടെൻഡർ വോൾട്ട് വന്നപ്പോൾ അവിടെ വന്നപ്പോൾ കുറേ ചോരയും ഒരു കത്തിയെല്ലാം കണ്ട്. അപ്പോൾ പിന്നെ അവർ കയറി വീട്ടിൽ വന്ന്. വീട്ടിൽ വന്ന് എന്നെ വിളിച്ച് ഇങ്ങനെ ഇവിടെ 2 ചെരുപ്പും ഒരു കത്തിയും നമുക്കവിടെ കുറേ ബ്ലഡെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എവിടെയാണ് കിടന്നത് ചെരുപ്പൊക്കെ? എവിടെയാണ് കിടന്നത്? ചെരുപ്പും സാധനങ്ങളൊക്കെ എവിടെ കിടന്നത്? ഇതാ ഇവിടെ. അതിലെ കൊണ്ടുപോയി കേട്ടോ. ആണല്ലേ? 10 അടി വന്ന് നമ്മളെ സ്ഥലത്ത് കയറും. ആണല്ലേ? ഇത് ക്യാമറ എന്തെല്ലാം വെച്ചിന് ഇവിടെ. ഇത് ക്യാമറ. ഇതാണ് സ്ഥലം. ഇവിടുന്ന് കിട്ടിയേ? കണ്ട, ഇവള് വീണ പാടാണ് ഈ കാണുന്നത്. അവള് വീണ പാടാണ് ഈ കാണുന്നത്. ചോരപ്പാടല്ലേ? പെണ്ണുങ്ങൾ അതിലാണ് വരുന്നത്. അതിൽ വന്ന് അവിടെ കടന്ന്. ഇത് ഫോറസ്റ്റ് അല്ലല്ലോ? ഇത് ഫോറസ്റ്റ്. ഇതാണ് ഞങ്ങൾ അതിര്. അതിൻ്റെ ഇപ്പുറത്ത് ഫോറസ്റ്റ്. അപ്പോൾ 15 അടി. അപ്പം ഇവിടുന്ന് പിടിച്ചിട്ടുണ്ടാവൂല്ലേ? പിടിച്ചതാ. ഇങ്ങ് ഇറങ്ങി വാ, ഞാൻ കാണിച്ചു തരാം. വേണ്ടോ? ആ കടുവ അതിൻ്റെ അകത്തടിയാണ് ഇരുന്നത്. അപ്പോൾ അവൾ ഇറങ്ങി ഇവിടെ എത്തുമ്പോൾ പുറകെ വന്നിട്ട്. അതിലേ വന്നേ ചേച്ചി? ചേച്ചിയിലാണ് വന്നത്. ഇതിലെ വഴിയുണ്ടോ? വഴിയുണ്ട്. ഇത് മുകളിൽ ഷോക്ക് ലൈനുണ്ട്. എന്താ ഷോക്ക് ലൈന് എന്നുവെച്ചാ? ഷോക്ക് ലൈൻ വെച്ചാൽ മറ്റേ മൃഗങ്ങളൊന്നും കിടക്കേണ്ട അടുക്കുന്നു. അപ്പോൾ അതിൽ വന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് കടുവ പുറകുന്ന് ചാടിയിട്ട് പുറകിലാണ് പിടിച്ചത്. പുറകെ പിടിച്ച് അങ്ങനെ തന്നെ മലത്തിട്ടപ്പോൾ വായി അടക്കി കടിച്ചുകൊണ്ട് പിന്നെ ഒറ്റപ്പെടാനൊന്നും കഴിഞ്ഞില്ലല്ലോ. ഒരു അനക്കം കഴിഞ്ഞില്ല. അതാ നമ്മൾ ഒരു കുട്ടി തുണി അലക്കിക്കൊണ്ടിരിക്കും. നമ്മൾ വന്ന വീടില്ല ഇപ്പോൾ, ആ വീട്ടിൽ കുട്ടി തുണി അലക്കിക്കൊണ്ടിരിക്കുന്നത്. കുളം കാണുന്നു. അവിടെ തുണി അലക്കിക്കൊണ്ടിരുന്നു. ഈ അവള് വേറെ അറിഞ്ഞിട്ടില്ല ഈ സംഭവം ഒന്നും. ഞാനത് അവിടെ കാപ്പി പറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളറിഞ്ഞില്ല. ഒരു സൗണ്ട് അറിഞ്ഞില്ല. കരയാൻ പോലെയുള്ള അവസരം കിട്ടിയില്ല. അല്ല, ഇവിടുന്ന് പുറകുന്ന് മാന്തിട്ടിങ് വീണപ്പോൾ പിന്നെ എന്ത് ചെയ്തെന്നറിയോ?
പിന്നത്തെ പിടുത്തം മോൻ്റെ ഇടയ്ക്ക് അങ്ങ് പിടിച്ച്. അതെ അതെ. അപ്പം പിന്നെ മിണ്ടാൻ കഴിയില്ലല്ലോ. ഇവിടുന്ന് പിന്നെ വലിച്ചങ്ങ് കൊണ്ടേ. അങ്ങനെ വലിച്ചതാ. ഇതിനെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടേ, അങ്ങോട്ട് കൊണ്ടുപോയത്. ആ വഴിക്കോണ്ടേ. ഇവിടുന്ന് ഒരു 40 മീറ്റർ അപ്പുറം. അല്ലേ. അന്നേരം ഈ ടണ്ടർ ബോൾട്ട് വന്ന് അപ്പോൾ ഇവിടെ കുറേ ചോരയെല്ലാം കണ്ട് ഒരു കത്തി കണ്ട്. ഇങ്ങോട്ടാ വന്നേ, എവിടെയാ വന്നേ? അവർ ഇവിടെ വന്ന് ഒരു കത്തി, ചോര, 2 ചെരുപ്പെല്ലാം കണ്ട്. അപ്പോഴാണ് പിന്നെ എന്നെ അവിടെ വന്ന് വിളിച്ചത്. എന്നെ അവർ വന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ കുറേ ബ്ലഡും പിന്നെ കത്തിയും ചെരുപ്പെല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എന്തോ ആരെങ്കിലും അറിയിട്ട് വന്നായിരിക്കും എന്ന് കണക്കൂട്ടി. അങ്ങനെ ഇറങ്ങി വന്ന് നോക്കുമ്പോഴാണ് ആ കത്തിയും ചെരുപ്പെല്ലാം കണ്ടപ്പോൾ നമുക്ക് ആളെ മനസ്സിലായി. അല്ലല്ല, ഇത് ആളുടെ കാല് വന്നതാണ്. അവിടുന്ന് അടിച്ചപ്പോൾ എന്നിട്ട് നേരെ അങ്ങോട്ട് വലിച്ച്. അതപ്പം അതിൻ്റെ കാലിൻ്റെ പാടാണ് അത് കാണുന്നത്. 2 കൈ വെച്ച പാടാണത്. അതല്ലേ. ഭയങ്കര സംഭവമായി പോയില്ലേ. അങ്ങോട്ട് പോകണ്ട, നമുക്കിവിടെ നിന്നാൽ മതി. ഏതായാലും ഈ കൂട് കേട്ടോ, ഇവിടെയാണ് കൂട് വെച്ചത്. ഇവിടെ മരം വീണുണ്ടോ? ആ മരം വീണിൻ്റെ തൊട്ട് അവിടെയാണ് ബോഡി കിട്ടിയത്. ആ മരം വീണേൻ്റെ അപ്പുറത്തായിട്ടാ. അത് നാട്ടിൽ നിന്ന് തന്നെ, ഇവിടെ നിന്ന് തന്നെയാട്ടോ പിടിച്ചേക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ഒച്ചപ്പാടുണ്ടാക്കി അവിടെ കുളത്തിൽ ആൾ തുള്ളി നനക്കൊണ്ടിരിക്കുന്നത് പണിക്കറിയാണ്. ഇതിൽ വേണ്ടി അടയ്ക്കലും പെറുക്കി അപ്പം കയറിയിട്ടേ ഉള്ളൂ. പറമ്പിൽ നിന്ന് തന്നെയാണ് പിടിച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾ എത്ര മണിയായപ്പോഴാണ് ശരിക്കും ഇത് അറിഞ്ഞേ? ഞാൻ അറിയുന്ന ഒരു 9:45 10 മണി. 9:45 പറഞ്ഞല്ലേ. അപ്പം ആരാ പറഞ്ഞ ആദ്യം? ടണ്ടർ ബോൾട്ടുകാർ ഇങ്ങനെ പറഞ്ഞു ചോരയുണ്ടെന്ന് പറഞ്ഞു. ചോരയുണ്ട്, വീണ പാടുണ്ട്, കത്തിയുണ്ട്, ചെരുപ്പുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. അവരപ്പം ആദ്യം അന്വേഷിച്ച് പോയില്ല. അവരാദ്യം തപ്പി പോയില്ല. ആരെയും തപ്പി പോകണേ, ഇവിടെ പണിക്ക് വന്നതല്ലേ. അതെ അതെ. അങ്ങനെയല്ല, ചോര കണ്ടിട്ട് അവർ ആ ചോരപ്പാട് നോക്കി പോയിട്ടില്ല. അവരാണല്ലോ കണ്ടുപിടിക്കുന്നത് ബോഡി. അതെ അതെ. അതെ, നിങ്ങളോട് പറഞ്ഞതിന് ശേഷം, ചേട്ടനോടൊക്കെ പറഞ്ഞതിന് ശേഷമാണോ അതിന് മുന്നേ? അതെ, എന്നോട് പറഞ്ഞതിന് ശേഷം അല്ലേ. എൻ്റെ ഇവിടെ വന്ന് കാണിച്ച്, പാടും കാണിച്ച് ആളാന്നുള്ളത് മനസ്സിലായി. അപ്പം പിന്നെ ഞാനാണ് കടുവ പിടിച്ചതെന്നുള്ളത് പറഞ്ഞത്. 2 കൈയും മാന്തിനല്ലോ, കാൽപ്പാട് കാണാനല്ലോ. കാൽപ്പാടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് വേറെ സംഭവമൊന്നുമല്ല, ഇത് വിറക് വെട്ടാൻ വന്ന ആൾക്കാരല്ല, വാക്കത്തിയല്ല, പക്ഷേ ഇത് കടുവ പിടിക്കാന്ന്. പക്ഷെ ആളെ മനസ്സിലായിരുന്നു? ആളെ മനസ്സിലായി. ഇന്ന ആളെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ. ഇവിടെ എൻ്റെ വീട്ടിലേക്ക് പണിക്ക് വരാന്ന് പറഞ്ഞല്ലേ. അതെ അതെ അതെ. അപ്പോൾ 8:30 വന്നിട്ടില്ല. അപ്പോൾ പെണ്ണുങ്ങൾ വിളിച്ചു നോക്കി. പെണ്ണുങ്ങൾ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ എല്ലാം അടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഫോണപ്പോൾ എവിടെ കിടന്നേ? ഫോൺ അവർ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അതും അടക്കം ഉണ്ടല്ലേ? ഇതടക്കം വലിയ നെയ്റ്റിൻ്റെ പോക്കറ്റ് ഉണ്ട്, അതിൽ ഫോണുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചു നോക്കി, ആ നമ്പർ ചോദിച്ച് അവരെ വിളിച്ചു നോക്കി. അങ്ങനെ നോക്കി പോയാ? അങ്ങനെ നോക്കി. അവർ നോക്കി അവിടെ എത്തിയപ്പോഴാണ് ഫോൺ അടിക്കുന്ന കേട്ടല്ലേ? ഫോൺ അടിക്കുന്നത്. ഫോൺ അടിക്കുന്ന കേട്ടല്ലേ കണ്ടുപിടിച്ചാ? അവർ വന്നില്ല, അറിയില്ല. അതെ അതെ അതെ. അവർ വന്നില്ല, 5 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരും. അതായത് ശരിക്കും അവരാ ചോരപ്പാട് ആണ് ആദ്യം കണ്ടതല്ലേ? ചോരപ്പാടും കത്തിയും ചെരുപ്പും. അതെ, അവര് കണ്ടില്ലെങ്കിൽ ഇന്ന് അന്നത്തെ ദിവസം വൈകിട്ടായാലും അറിയില്ല. 5 മണി കഴിഞ്ഞേ അറിയുള്ളൂ. അതെ അതെ അതെ. ഭർത്താവ് വാച്ചർ പണി. അതെ, പുള്ളി വീട്ടിലെത്തിയില്ല എന്ന് പറയുമ്പോഴേ അറിയുള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാം തീർത്തിട്ടുണ്ടോ? അതെ അതെ, മൊത്തം തീർന്ന. ചേട്ടൻ എന്നിട്ട് കൂടെ പോയില്ലേ അവിടെ കാണാനായിട്ട്? പോയില്ല. നമ്മളൊന്നാ ഒരു രോഗിയാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പോകാനാവില്ല. അങ്ങോട്ട് പോയേ ഇല്ല? ഇല്ല. അല്ലേ, പിന്നെ ഇതിലാണ് ഓടിക്കൊണ്ടുവന്ന്. അല്ലേ, അങ്ങോട്ട് പോയില്ല. ഈ വഴിക്കല്ലേ? എന്ത് സ്ഥിതിയിലായിരുന്നു എങ്ങനെ ബോഡി ഉണ്ടായിരുന്നത്? ബോഡി തലേൻ്റെ ഭാഗങ്ങളെല്ലാം കുറേ പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരെയും കാണിച്ചില്ല. ഇവിടുന്ന് ബായിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി. പിന്നെ ശവം അടക്കാൻ നേരത്തും ആർക്കും കാണിച്ചില്ല. തലയുടെ ഭാഗമാണ് കൂടുതൽ. തലയെ വായ അടക്കാണ് പിടിച്ചു പോയത്. ഇത് അടിച്ച് പുറകോട്ട് മലന്ന് വീണപ്പോൾ വായ അടക്കം പിടിച്ചു കഴിഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ മുഖം കുറേ ഭാഗങ്ങളും തിന്നു പോയി എന്ന് പറഞ്ഞു. മുഖമൊന്നുമില്ലായിരുന്നല്ലേ? എന്നാലും ഭയങ്കര ഒരു സംഭവമായി. ഇന്ന് തന്നെ TV കൊടുക്കോ? നാളെ ആ ഒരു ചേച്ചി മരിക്കുകയും അതിനുശേഷം എന്തെല്ലാം സംഭവവികാസങ്ങളാണ് ഇവിടെ നടന്നതെന്നുള്ളത് നിങ്ങൾ 2 ദിവസമൊക്കെ കണ്ടതാട്ടോ. ഇത് ഇത്ര അടുത്താട്ടോ. ഈ കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കാനായിട്ടാണ് ആ ചേച്ചി വന്നത്.
ഈ പല കാപ്പിയേരും നമുക്ക് കാപ്പി കിടക്കുന്നതൊക്കെ മുകളിലൊക്കെ കാണാം. അത് അതായത് ഇതിലെ ഇങ്ങനെ പോയാൽ വഴിയുണ്ടല്ലേ അതിന്? ഇതിലിങ്ങനെ പോയാൽ അപ്പുറം തറാട്ട് എന്ന് വരുന്ന സ്ഥലത്ത് ചെല്ലാം. അതെ അതെ അതെ. അപ്പോൾ മൂപ്പറ് അത് ആ കോൺക്രീറ്റ് വഴി, കോൺക്രീറ്റ് ആനേനെ കെട്ടിയ സ്ഥലം. അത് തന്നെ. അവിടുന്ന് എത്ര ദൂരം, ആനേനെ കെട്ടിയ സ്ഥലത്ത് എത്ര ദൂരം ഉണ്ട്? അവിടേക്ക് അവിടുന്ന് ഇവിടേക്ക് ഒരു 300-350 മീറ്റർ ഉണ്ടാവും. അതിൽ കൂടുതലുണ്ടാവും. അവിടം വരെ ആയിരിക്കും മറ്റേ പുള്ളി കൊണ്ടുവിട്ടെ. അവിടം വരെയാണ് മറ്റേ മൂപ്പറ് കെട്ടിയവൻ കൊണ്ടുവിട്ടിട്ട് ഓളിങ് വന്ന് ജോലിക്ക് പോയി. നേരെ ഈ വഴിക്ക് ഇതിലേ കൊണ്ടുപോയി വിട്ടാലും മതിയായിരുന്നു. ഇതിലെ കൊണ്ടുപോയിട്ടെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഇവിടെ മേലെ ഒരു തോട്ടമുണ്ട് വേറൊരാളത്, കാപ്പിത്തോട്ടം. കാപ്പി പറിക്കാൻ വേണ്ടി അവരെ ഈ ചോക്ക് ലൈൻ ഇട്ടില്ലേ, ആ ലൈൻ വഴിക്കാണ് അവരുടെ പറമ്പിൽ പോയി 3-4 ദിവസം കാപ്പി പറിച്ചു എന്ന് പറഞ്ഞു. കാപ്പി പറിച്ചല്ലേ അവിടെ മാറ്റത്തോട്ടത്തിൽ. അത് ഇതിലെ തന്നെ ആയിരിക്കും വന്നേ. അത് കഴിഞ്ഞാൽ അങ്ങനെ വന്ന് ശീലമുള്ള ഒരു പറമ്പായതുകൊണ്ടായിരിക്കും അല്ലേ? അതെ. ഇതിൽ വഴിയുണ്ട്. ഇപ്പൊ ആളുകൾ വരുന്നല്ലേ, വിറകിന് പോകുന്ന ആൾക്കാർ, മറ്റു ആൾക്കാരില്ല. വിറക് വന്നിട്ട് ഇതിലെല്ലാം വന്ന് വെട്ടി കൊണ്ടുവന്ന് കേൾക്കാം. ഞാൻ ചേട്ടൻ്റെ പേര് ചോദിക്കാൻ വിട്ടുപോയി. എൻ്റെ പേര് ഗോപി. ചേട്ടൻ്റെ ഒക്കെ പറമ്പിലാട്ടോ കാപ്പി പറിക്കാനായിട്ട് രാധചേച്ചി വന്നത്. ഏതായാലും ഇതാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വരണമെന്ന് വിചാരിച്ചത്. പക്ഷേ അന്ന് നമ്മളിങ്ങോട്ട് ഇറക്കി വിട്ടില്ല. അന്ന് കൂടുതലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങോട്ട് ഇറക്കി വിട്ടില്ല. ഏതായാലും നമ്മളിപ്പോൾ ഇന്നിവിടെ ഇവരുടെ ചേട്ടൻ്റെ കൂടെ തന്നെ ആ സ്ഥലം വന്ന് കണ്ടു. നമ്മൾ തന്നെയല്ല വന്ന്, കാരണം ഒറ്റയ്ക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. ഇനി കടുവയുടെ സാന്നിധ്യം ഉണ്ടോയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല. വേറെ ഒരു കടുവയുടെ ആക്രമണത്തിലല്ല പരിക്കേറ്റെന്ന് പറഞ്ഞാലേ, മറ്റേ കടുവയ്ക്ക് അല്ല, ഇതിന് പിന്നെ വയറ്റുന്ന പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കമ്മലെല്ലാം കിട്ടിയല്ലോ. കമ്മല? കമ്മല്, തലമുടിയെല്ലാം കിട്ടിയല്ലോ. അങ്ങനെ നേരത്തെ വാർത്തയിലുണ്ടായിരുന്നല്ലോ. ആണല്ലേ? തലമുടി പിന്നെ കമ്മല് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞിട്ട് വാർത്തയിലും. അത് കഴിച്ചിട്ട് പക്ഷെ 2-3 ദിവസമായില്ലേ അത് സംഭവം നടന്നിട്ട്? മിനിയാന്ന്. അതൊക്കെ വയറ്റിൽ നിന്ന് കിട്ടിയില്ലേ? അതെല്ലാം വയറ്റിൽ നിന്ന് കിട്ടി. അപ്പോൾ ആ കടുവ തന്നെയാണ് ഉറപ്പിച്ചു? കടുവ തന്നെ ഉറപ്പിച്ചു. കടുവ തന്നെയാന്നുള്ള ഉറപ്പിച്ചു. ആണല്ലേ? അപ്പോൾ കമ്മലും മുടിയെല്ലാം കിട്ടിയല്ലോ. അതെ അതെ അതെ. വയറ്റിൽ നിന്ന് പോസ്റ്റ്മോർട്ടം. പിന്നെ അതിൽ കൂടുതലെല്ലാം തരുവ വേണ്ടല്ലേ? അതെ അതെ. ഭയങ്കര. ഇപ്പോൾ കമ്മലും കൂടി കൊണ്ടുവന്ന് കാണിച്ചാൽ, കെട്ടിയവനെ കൊണ്ടുവന്ന് കാണിച്ചാൽ ഉറപ്പായി. അല്ല, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇനി വേറെ ആരുടെയും കമ്മൽ കടുവ തന്നെയല്ലോ, ഇത് തന്നെയാണ്. കടുവ അഥവാ തിന്നിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പിടിച്ചിട്ടുണ്ടാവും. അതെ 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 അതെ. വന്നാലും ഭയങ്കര സംഭവമായി പോയില്ലേ? പിന്നെ ഇതിപ്പോൾ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ്. അതെ അതെ. ഞാനിവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 45 വർഷമായി. കടുവ പ്രശ്നം ഇതിന് മുന്നേ ഉണ്ടായിട്ടോ? ഇല്ല. ഈ ആനശല്യമുണ്ട്. ആന പിന്നെ എങ്ങനെ ചേട്ടൻ ഈ കടുവയാന്ന് പെട്ടെന്ന് കടുവ പിന്നെ അവിടെ ചവിട് കണ്ട പിന്നെ കണ്ടിട്ടല്ല മനസ്സിലായേ? പിന്നെ ഇങ്ങനെ എല്ലാ ദിവസവും വാർത്തയൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അതായത് നമ്മൾ തോട്ടത്തിൽ കൂടെ എല്ലാം രാവിലെ നോക്കുമ്പോൾ കാൽപ്പാടെല്ലാം കാണാം. കണ്ടിട്ടുണ്ടല്ലേ? അഥവാ ലൈറ്റ് അടിച്ചു നോക്കിയാൽ പിന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓടി തടിയെടുക്കും. പക്ഷേ ഇത് കടുവല്ല. കടുവനെ കണ്ടിട്ടുണ്ടല്ലേ? ഇവിടെ വർഷം ആദ്യം എല്ലാം കടുവനെ കണ്ടു. അത് ഈ കടുവനെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ രാത്രി പട്ടി ഒരിക്കുമ്പോൾ ലൈറ്റ് ഇടുമ്പോൾ കടുവനെ കാണും. അതാ ലൈറ്റ് വട്ടം പതിയുമ്പോൾ കൂടി തടിയെടുക്കും. പക്ഷെ ഇത് ഇവിടെയുള്ള കടുവയല്ല. ഇവിടെ ഡാറ്റാബേസിലൊന്നും ഇല്ലാത്ത, ഇവരുടെ ലിസ്റ്റിൽ ഇല്ലാത്ത കടുവയാന്ന് പറഞ്ഞത്. അതെ, ഇവിടെയുള്ള കടുവ ഇതുവരെ ഒരു ഇന്ത്യയിലെ ഒരു ലിസ്റ്റിലും ഇല്ല. അപ്പം ഒരു മനുഷ്യനെ ഉപദ്രവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കണക്കിലില്ലാത്ത കടുവയായിരിക്കും. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പുലിയൊക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലേ? പുലി, മറ്റേ കാട്ടുപോത്ത്, ആന. ഇതിലെല്ലാം നമ്മളെ പറമ്പിൽ വന്നൊരു ചക്കെല്ലാം മുള്ളു പറിച്ചു തിന്നു. ആനക്ക് ഇതിലെ മഴക്കാലത്തല്ലേ വരാറുള്ളല്ലേ? അത് നമ്മളെ വീട്ടിൽ എല്ലാം കയറി വന്നു. ഇതാ ഇപ്പൊ വന്ന വീടില്ലേ, അതിന്റെ ആ കക്കൂസ് ഉണ്ടാകിന്റെ അടുത്താണ് ഒരു പിലാവ്, അതിന്റെ മുകളിലെല്ലാം വന്ന ചക്ക. എന്നാലും നിങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളല്ലേ? ഞാൻ 45 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്. അതെ അതെ. ഈ എസ്റ്റേറ്റ് വരുന്നതിന്റെ 4 വർഷം മുമ്പിലേ ഞാൻ ഇവിടെ ഉണ്ട്. അതെ അതെ. നിങ്ങൾ ശരിക്കും ചെട്ടി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണോ? ചെട്ടിമാരാ? ഞങ്ങള് പിന്നെ അല്ല, ചെട്ടിയല്ലല്ലോ? അല്ല, ഞങ്ങൾ ആദിവാസികളാണ്. ആണല്ലേ? എല്ലാവരും അങ്ങനെ. ഓക്കെ. ആദിവാസിയിലെ ഏത് വിഭാഗമാണ്? ആദിവാസികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വിഭാഗം. കുറച്ചല്ലേ? ഓക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കിവിടെ 71 ഏക്കർ 50 സെൻറ്റ് ഭൂമി ഇന്ദിരാഗാന്ധി ഭരണത്തിലുള്ളപ്പോൾ കിട്ടിയതാണ്. ഇത് ഭൂമി കാര്യം ഞങ്ങളതാണ്. അപ്പോൾ ഇത് നീതി അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ സർക്കാർ ഇത് വിട്ടുകൊടുത്ത്. സർക്കാരിൽ 2 ഉറുപ്പ്യ നികുതി വന്നപ്പോൾ സർക്കാരിൽ വിട്ടിട്ട് 390 ഏക്കറാണുള്ളത്. 8 അത് പിന്നെ
സാർ നീതി അടിക്കാൻ പറ്റാത്തതിന് വേണ്ടി സർക്കാർ കൊടുത്ത് ഇന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് ഒക്കെ വരുന്നത്. ഇന്നതിന് ശേഷം ആളുകളും പെരുകുന്നുള്ളൂ, മക്കളെല്ലാം വളരെ നിങ്ങൾ ഇന്ന് മേടിച്ചിട്ട് ആ എസ്റ്റേറ്റ് ഒക്കെ വന്നേ. പിന്നെ ഇന്നതിന് ശേഷമാണ് വീണ്ടും ഞങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ അപ്പോൾ ഇതെല്ലാം ഫുള്ള് മറ്റേ ബസ് പിടിച്ചു പോയി. അന്നതിൻ്റെ ശേഷം അപേക്ഷ കൊടുത്തിട്ട് ആ ഇന്ദിരാഗാന്ധി ഭരണത്തിലുള്ള സമയത്താണ് 71 ഏക്കർ 50 സെൻറ്റ് ഭൂമി ഞങ്ങൾക്ക് ആദിവാസികൾക്ക് പതിച്ചു തരുന്നത്. ആ പതിച്ചന്ന് അപ്പോഴാണ് ഇതിൽ എസ്റ്റേറ്റ് വന്നത്. എസ്റ്റേറ്റ് വന്നപ്പോൾ എന്താക്കി, അവർ ഷോപ്പിംഗ് ചെയ്ത് ഇവിടെയുള്ള ആദിവാസികളൊക്കെ ഒഴിവാക്കി മാറ്റി അങ്ങ് ഒരു ഭാഗത്ത് കൊണ്ടുവിട്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്താലും വിട്ടുകൊടുക്കും. നമ്മൾ ഫുള്ളും തോട്ടം. എത്ര സ്ഥലമുണ്ട്? എനിക്ക് 4 ഏക്കർ 60 സെൻറ്റ്. അപ്പോൾ ഇത് വിട്ടുകൊടുക്കാൻ വേണ്ടി ഇവർ രാട്ട കെട്ടാനുള്ള ഇവിടെയാണ് തീരുമാനിച്ചത്. അപ്പം ഞാനന്ന് ഒരു കാരണവശാലും വിട്ടുകൊടുത്തില്ല. അവർ പലതും ചെയ്ത് നോക്കി, കേസിൽ കൊടുക്കാൻ നോക്കി, എല്ലാം ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞു എന്നെ കൊല്ലണ്ട് വരും ഇവിടുന്ന് ഒഴിവാക്കണമെന്ന്. അങ്ങനെ ഇവിടെ പിടിച്ചു. അങ്ങനെയാണ് ഇവിടെ നിന്നല്ലേ. പിന്നെ ലാസ്റ്റ് അവർ മടുത്തു. പിന്നെ ഒരു 10 വർഷം കേസും കൊണ്ടാൻ വേണ്ടിയായിട്ട് ദിവസം നടക്കൽ തന്നെയാണ്. അങ്ങനെയെല്ലാം ആയി. കേസ് എന്ന് പറഞ്ഞാൽ എന്ത് കേസാ? നമ്മളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോഴാണ് പിന്നെ ഇവർക്ക് ഈ 318 ഞങ്ങൾ ഈ ആദിവാസികൾ താമസിക്കുന്നതിൻ്റെ മേലേക്കാണ് കൊടുത്തത്. പക്ഷെ അവർ എന്ത് ചെയ്ത് ഇവിടെയുള്ള ആദിവാസികൾക്ക് അതിനെ പേടിപ്പിച്ച് ഓടിച്ച് അപ്പുറം ഓരോ ഭാഗങ്ങളിലാക്കിയിട്ട് എസ്റ്റേറ്റ് ഉണ്ടാക്കി. അങ്ങനെയാണ് സംഭവം. ഈ രാധ ചേച്ചിയും ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെയല്ലേ? അതെ, നമ്മളെ പിന്നെ അമ്മേൻ്റെ അനിയൻ്റെ നിങ്ങളെല്ലാം ബന്ധുക്കളും അമ്മേൻ്റെ പിന്നെ അനിയത്തിൻ്റെ മകനാണ്. ബന്ധുക്കളാണല്ലോ. നമ്മളെ അനിയനായിട്ട് നിങ്ങൾക്ക് കാടും ഒക്കെ അറിയാലോ അല്ലേ? നന്നായിട്ട് നിങ്ങളൊക്കെ ഫുള്ളും അറിയാം. നമുക്ക് അറിയാലോ. ഓനിപ്പം മാത്രമാണ് പോക്കല്. അതെ അറിയാം. എന്നാൽ ശരി കേട്ടോ. കോപ്പിച്ചേട്ടൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്നവിടെ പോയി ആ സ്ഥലം കണ്ടു. വളരെ ഭീകരമായൊരു അവസ്ഥ കേട്ടോ. ഏതായാലും ഞാൻ ഇന്നിപ്പോൾ ഒരു കാര്യം കൂടെ അറിഞ്ഞു. കടുവയുടെ പോസ്റ്റ്മോർട്ടത്തിൽ കടുവയുടെ വയറ്റിൽ നിന്ന് ആ ചേച്ചിയുടെ മുടിയും കമ്മലൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അതും ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഏതായാലും നമുക്ക് ഇനി ബാക്കി കുറച്ച് ആളുകളെയും കൂടെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം. അതേപോലെ അന്ന് ആ ചേച്ചീനെ പിടിക്കുന്ന സമയത്ത് ഇവിടെ തുണി അലക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരൊന്നും അറിഞ്ഞില്ല സംഭവം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സന്തോഷം. ഇപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ദുഃഖിച്ചിരുന്ന, നമ്മളൊക്കെ ഭയങ്കര ദുഃഖത്തിലാഴ്ത്തിയ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം കടുവേനെ പിടിക്കാനായിട്ട് ഇത്രയും ദിവസം നമ്മൾ ശ്രമിച്ചു. ഇന്ന് രാവിലെ കടുവേനെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്താണ് ചേട്ടനിപ്പോൾ അതിനെക്കുറിച്ച്? ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കുടുംബങ്ങൾക്കും കാര്യങ്ങൾക്കും മറ്റു പ്രദേശങ്ങൾക്കും ഇതേപോലെ വരാണ്ടിരിക്കുക. അതെ. അതിന് വേണ്ടി ഇനി ആർക്കും ഇങ്ങനെ ഗതികേട് വരരുത്. മറ്റേ ഇതിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും കൂടി സംരക്ഷണം കൊടുക്കുക. അതെ. ഞാൻ ഇനിയിപ്പോൾ എന്തായാലും വന്നു. സംഭവിച്ചു. ഇനിയിപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കുക. നമുക്ക് ഇനി കടുവ ചത്തയിൽ സന്തോഷമുള്ളൂ. കാര്യങ്ങളുള്ളൂ. ഇനി വേറെ ഉണ്ടോയെന്ന് ഒന്നും പറയാൻ പറ്റില്ല. എന്താ പരിക്ക് പറ്റിയെന്നൊക്കെ പറയുന്നുണ്ടല്ലേ? പരിക്ക് പറ്റിയെന്നൊക്കെ പറയുന്ന കേട്ടു. നമ്മളൊക്കെ വ്യക്തമായിട്ട് കണ്ടിട്ടില്ലല്ലോ, കാണാനും പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇത് എന്തായാലും ചത്തയിൽ കുറച്ച് സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും ചെറിയൊരു ഭീതിയുണ്ട്. കാരണം പിന്നെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള സംരക്ഷണം കാര്യങ്ങൾ ഒരുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും നമുക്ക് ഇന്ന് ആ കടുവേനെ പിടിച്ച രംഗങ്ങളും അതുപോലെ തന്നെ ആ കടുവേനെ ഫസ്റ്റ് അവർ അവിടുന്ന് ബോഡി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഉള്ള രംഗങ്ങളും അതുപോലെ തന്നെ ബേസ് ക്യാമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള അതിൻ്റെ പരിശോധനകളും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ആ ഒരു ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യും. അതായത് ശാരീരിക ബുദ്ധിമുട്ടുള്ള കടുവയായിരുന്നു അത്. തീർച്ചയായും അല്ല, നിങ്ങൾക്ക് രാത്രി മയക്കുമരുന്ന് പറ്റില്ല. രാത്രി ട്രാക്ക് ചെയ്യാം. അത് ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടം പറയാൻ പറ്റും. അതിന് പഴക്കമുണ്ടോ മുറിവ്? പഴക്കമുണ്ട്. മുറിവിന് പഴക്കം മൂൺസും ഉണ്ട്. ദിവസങ്ങൾ മുമ്പുള്ള മൂൺസും ഈ ഫൈറ്റിൽ വന്നൊരു നമ്മൾ ഷൂട്ട് ഇല്ല നൈറ്റ് ഒരു ഓപ്പറേഷൻ അല്ലല്ല ഈ നരഭോജി കടുവയെ പിടികൂടിയെങ്കിലും വയനാട്ടിലെ ഈ വന്യമൃഗശല്യങ്ങളുടെ ആദി ഒഴിയാത്തൊരവസ്ഥയാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. ആദ്യം ഒഴിഞ്ഞിട്ടില്ലതിൻ്റെ തെളിവാണല്ലോ. ഇപ്പോൾ ഇന്ന് മുട്ടിൽ ഒരാൾ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. നാടാകെ ഈ വലിയ ഈ ഒരു ഭീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന നിലക്ക് വളരെ സയൻറ്റിഫിക്കായിട്ട് സർക്കാർ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ആളുകളെ കൊല്ലുക, പുലിയെ പിടിക്കുക, വീണ്ടും ആളുകളെ കൊല്ലുക, പുലിയെ തെരഞ്ഞു നടക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അടിയന്തരമായിട്ട് ഈ വിഷയങ്ങൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ചും കേരളം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു നാടാണ്. വളരെ കുറഞ്ഞ ഭൂമി, കൂടുതൽ ജനങ്ങൾ, അതിൽ തന്നെ 30% ഫോറസ്റ്റ്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്ന നിലക്ക് ഒരു സ്പെഷ്യൽ ഓർഡർ കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ നൽകാവുന്നതാണ്. ഈ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. ഈ പറയുന്ന രാധയുടെ വിഷയം മാത്രമല്ല, കഴിഞ്ഞ 4-5 വർഷമായി സംഭവിച്ച ഈ മാസം സംഭവിച്ച 5-8 മരണങ്ങളുണ്ട്. അവിടെയൊക്കെ സർക്കാർ കുറേ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പാലിക്കാൻ ഉടനടി നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുന്നത്. അതിൽ ഇപ്പോൾ ഈ സഫാരി പാർക്ക് എന്ന് പറയുന്നത് ചെറിയൊരു സംഗതിയല്ല. ഇപ്പോൾ ഈ കേരളത്തിലെ ഇപ്പോൾ ഈ സൂട്ടബിൾ ആയിട്ടുള്ള വയനാട് പോലെ സ്ഥലത്ത് ഒരുപാട് ആയിരക്കണക്കിന് ഏക്കറൊന്നും വേണ്ട, ഒരു 500 ഏക്കർ ഭൂമിയിൽ ഒരു സഫാരി പാർക്ക് ഉണ്ടാക്കാം. അതിനാകെ വേണ്ടത് എന്താണ്? ഇതുപോലെയുള്ള അക്രമം ചെയ്യുന്ന മൃഗങ്ങൾ അതിൻ്റെ അകത്ത് കൊണ്ടുപോയിലിടാം. അതിൻ്റെ അകത്തുകൂടെ ആളുകൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ആഫ്രിക്കയിലൊക്കെ ചെയ്യുന്നത് പോലെ സംവിധാനങ്ങൾ ഉണ്ടാക്കാം. അവർക്ക് തീറ്റ കൊടുക്കാനുള്ള പൈസ ഈ പറയുന്ന ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടും. ഗാനയൊക്കെ പോലുള്ള രാജ്യങ്ങൾ അവർ ആ രാജ്യം നിലനിൽക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ രണ്ടും നടക്കും. ഇവരെ സംരക്ഷിച്ച് നിർത്താനും കഴിയും, ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയും, ടൂറിസം പ്രൊമോഷൻ ചെയ്യുന്നു. അതിനൊരു കാഴ്ചപ്പാടും ഒരു ചിന്താഗതിയും അതിനൊരു എന്താ പറയുക ഡിസ്കഷനും എല്ലാം ആവശ്യമാണ്. നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ രാധചേച്ചിയുടെ വീടാണിത്. ഇവിടെ രാഷ്ട്രീയ നേതാക്കളും മറ്റു ആളുകളൊക്കെ ഇവിടെ സന്ദർശിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ PV അൻവർ ഒക്കെ ഇവിടെ വന്നിരുന്നു. ഏതായാലും നമ്മളിന്ന് ഇവിടെ വന്ന് ഒത്തിരി ആളുകളെയൊന്നും കാണാനായിട്ട് പോയില്ല. എങ്കിലും നമ്മൾ കാണണമെന്ന് വിചാരിച്ച ആ ഒരു സ്ഥലം നേരിട്ട് കാണണമെന്ന് വിചാരിച്ചു. കാരണം അന്ന് നമുക്ക് പോകാനായിട്ട് ഒട്ടും പറ്റിയില്ല. അപ്പോൾ അതൊന്ന് നേരിട്ട് കണ്ടു, 1-2 പേരുടെ അഭിപ്രായം കേട്ടു. നമ്മൾ ഈ പ്രദേശത്തുനിന്ന് വന്നു. ഏതായാലും നമ്മൾ കടുവനെ പിടിച്ചുകൊണ്ട് പോകുന്ന ആ രംഗങ്ങളൊക്കെ, കടുവനല്ല, ചത്ത കടുവയുടെ ബോഡിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആ രംഗമൊക്കെ കണ്ടു. ഏതായാലും ഒത്തിരി സന്തോഷം. ആ ഒരു ചേച്ചിക്ക് കുറച്ചെങ്കിലും നീതി കിട്ടിയെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ കടുവ ഫൈറ്റ് ചെയ്ത് കൊല്ലപ്പെട്ടതാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ പ്രകൃതി ആ ചേച്ചിക്ക് ഒരു നീതി കൊടുത്തു എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ കടുവയുടെ വയറ്റിൽ നിന്ന് ആ ചേച്ചിയുടെ കമ്മലും മുടിയും മറ്റ് സംഭവങ്ങളൊക്കെ കിട്ടിയിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഏതായാലും സ്ഥിരീകരിച്ചു, കടുവ അത് തന്നെയാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. ഏതായാലും ഇത്രയും ദിവസം ഇതിനു വേണ്ടിയിട്ട്
കാര്യമായിട്ട് ഇതിനു വേണ്ടി എന്താ പറയുക വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും ഒക്കെ അതുപോലെ തന്നെ ഈ നാട്ടുകാർക്കും ഒത്തിരി പേഷ്യൻസോടുകൂടി ഈ നാട്ടുകാരൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മൾ സമരഭൂമിയിലൊക്കെ കണ്ട പോലെ തന്നെ ആളുകൾ ഒത്തിരി പേഷ്യൻസോടുകൂടി ഇന്ന് പിന്നെ അവസാനത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കാണ് ആളുകളുടെ ആ ഒരു ചെറിയൊരു പ്രകടനമൊക്കെ കണ്ടത്. ഏതായാലും എല്ലാം നന്നായി തന്നെ അവസാനിച്ചു എന്ന് വേണം പറയാൻ. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോകളെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡിന് വീണ്ടും താങ്ക് യു.